നിലാപക്ഷി അധ്യായം 2. എന്താണ് സാറാ, എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഈ കണ്ണുനീർ തോർന്നിട്ടേ ഇച്ചായൻ എപ്പോഴെങ്കിലും എൻ്റെ സാറാ കൊച്ചിനെ കാണാൻ പറ്റുമോ? അതല്ല ചായ, ഇത് സന്തോഷം കൊണ്ടാണ്. എന്താണ് സന്തോഷം? സന്തോഷം കൊണ്ട് കരയുകയാണോ ചെയ്യുക? ഇച്ചായൻ ഒരു അപ്പനാകാൻ പോകുന്നത് പോലെ. പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് അവളൊരു ഓട്ടമായിരുന്നു വാഷ്റൂമിലേക്ക്. ഞാനും പുറകെ പോയി. ഛർദ്ദിക്കുകയാണ്. ഞാൻ നന്നായി പുറം തടവിക്കൊടുത്തു. നന്നായി മുഖം കഴുകിയപ്പോൾ ഒരു നാണം അവളുടെ മുഖത്ത്. എനിക്കെന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. എൻ്റെ കണ്ണൊക്കെ ഉണ്ടല്ലോ അങ്ങ് നിറഞ്ഞുപോയിന്നേ. ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. കരയുകയാണോ അതോ എന്താന്ന് പോലും അറിയില്ല. ആർക്കാ ഇഷ്ടമില്ലാണ്ടിരിക്കുക? ഒരപ്പനാവുകയല്ലേ, അമ്മ ആവുകയല്ലേ? അതെ സാറാ, നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോകണം. എനിക്കവളെ ഒന്നും ചെയ്യിക്കാൻ തോന്നിയില്ല. കൊച്ചിന് നല്ല റെസ്റ്റ് കൊടുക്കണം. അടിക്കലും തുടയ്ക്കലും എല്ലാം ഞാൻ തന്നെ. ഡോക്ടറുടെ റൂമിൽ റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടറുടെ മുഖത്ത് ചിരി നിറഞ്ഞു. അഭിനന്ദനങ്ങൾ. പക്ഷേ കേട്ടോ ഡേവിസ്, സാറ ഇനി കുറച്ച് ദിവസം ശ്രദ്ധിക്കണം. പെട്ടെന്ന് അബോർഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നന്നായി ഇലക്കറികൾ കഴിച്ചോളൂ. അടുത്ത മാസം വരണം. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതെടുക്കണം. ഡോക്ടറോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചപ്പോൾ വഴിയരികിലുള്ള ബജിക്കടയിൽ നിർത്തി അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബജിയാണ്. പക്ഷേ അവൾക്കതൊന്നും വേണ്ട. വഴിയരികിലെ കുടകിൽ നിന്നും വന്ന പുളിയൻ നാരങ്ങയിലേക്ക് അവൾ നോക്കുന്നത് കണ്ടു. ഒട്ടും നോക്കിയില്ല. ഒരു കവർ നാരങ്ങയുമായി വീട്ടിലേക്ക്. ഒരു കുഞ്ഞിനെ പോലെ തന്നെയാണ് അവൾ. നാരങ്ങയും പച്ചമാങ്ങയും ബംബ്ലിമൂസ്, ഇതൊക്കെയാണ് ആഹാരങ്ങൾ. എണ്ണയിട്ട് മുടി വാരി കെട്ടിക്കൊടുക്കും. ഭക്ഷണം വാരിക്കൊടുക്കും. ചിലപ്പോഴൊക്കെ എനിക്ക് അവളെ അങ്ങ് സ്നേഹിച്ച് കൊതിതീരാത്ത പോലെ. കാലിലും കയ്യിലുമൊക്കെ ചെറുതായി നീര് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ സലോമിയെ വിളിച്ചു പറഞ്ഞ് അമ്മച്ചിക്ക് സന്തോഷമാണ്. അവിടം വരെ കൊച്ചിനെ കൊണ്ടുപോകാൻ ആവില്ലെന്നേ. മരുന്നും വെള്ളവുമെല്ലാം കൃത്യമായി കൊടുക്കുന്നുണ്ട്. എങ്ങനെയാലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. മലയാറ്റൂരിൽ കുരിശു ചുമന്നുകൊള്ളാമേ എന്ന് നേർച്ച നെറ്റിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഒരു ശീലം കൂടിയുണ്ട് അവൾക്ക്. കഥ പറഞ്ഞു കൊടുക്കണം. നെഞ്ചിൽ കിടത്തി അങ്ങനെ ഉറക്കുമ്പോൾ എന്തെന്നില്ലാത്ത വാത്സല്യമാണ്. ഇടയ്ക്ക് അവളുടെ ശുണ്ഠി കാണാൻ നാവുകൊണ്ട് ചെവിയുടെ പിറകിൽ ഞാനൊന്ന് തൊടും. ഒരു പിടച്ചിലാണ് ഇച്ചായ നമ്മുടെ വാവയുണ്ട് വയറ്റിൽ, വേണ്ടാട്ടോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ഒരു നോട്ടമാണ്. രാത്രിയിൽ നല്ല ഉറക്കത്തിലാണ് കൊച്ച് എന്നെ തോണ്ടിയത്. എന്നാടി കൊച്ചേ? ഇച്ചായ, എനിക്കിപ്പോൾ നെല്ലിക്ക തിന്നണം. ഇവൾക്ക് വട്ടായോ? ഒന്നും നോക്കിയില്ല. ഞാൻ തൊടിയിലേക്ക് നടന്നു. കൂടെ അവളും. ഒരു റാന്തലുമായി. ചോണനുറുമ്പുകളുണ്ട് ഇഷ്ടം പോലെ. എന്നാലും വേണ്ടില്ല. ഞാൻ മരത്തിലേക്ക് വലിഞ്ഞു കയറി. നെല്ലിക്ക പറിച്ച് അവളെയും കൂട്ടി റൂമിലെത്തി. പാതിരാത്രിയും ഉപ്പും കൂട്ടി മുഖം ചുളിച്ച് നെല്ലിക്ക അടിക്കുന്ന അവളെ ഞാൻ കൗതുകത്തോടെ നോക്കി. ഒരെണ്ണം ഉപ്പ് പുരട്ടി എൻ്റെ വായിൽ തള്ളാനും അവൾ മടിച്ചില്ല. ഇച്ചായ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് പറയ്? എനിക്ക് ഒരാകാംക്ഷ. എൻ്റെ ചെവിയുടെ അടുത്തേക്ക് അവൾ ചേർന്ന് നിന്നു. അതേ. പിന്നെ വാക്കുകൾ കിട്ടാത്ത പോലെ എന്നെ നോക്കി. എന്താണ് പൊന്നെ? പറയ്, ഇച്ചായൻ കേൾക്കട്ടെ. അതെ ഇച്ചായ, ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇച്ചായനെ. ഓ എൻ്റെ സാറാമേ, നീ ആകെ വെപ്രാളത്തിലാക്കിയല്ലോ എന്നെ. ഞാൻ വിചാരിച്ചു എന്താ ഇപ്പോൾ പറയാൻ വരുന്നത് എന്ന്. ഇച്ചായൻ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കാൻ പോയെ? നീ വന്നേ, കിടക്കണ്ടേ? ഇച്ചായൻ ആ ജനൽ തുറന്നിട്. ഞാൻ ജനലുകൾ തുറന്നിട്ട് ആകാശത്ത് ഞങ്ങളെ നോക്കി കണ്ണു ചിമ്മി. നല്ല നിലാവ് എന്നോടൊപ്പം ചേർന്ന് കിടക്കുമ്പോൾ ഞാൻ അവളെ തന്നെ നോക്കുകയായിരുന്നു. അവളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ മുഴുവൻ ചിരിയും കളിയും ഒക്കെയാണ്. എന്താ ഇച്ചായ ഇങ്ങനെ നോക്കുന്നേ? എനിക്കെന്തോ പോലെ. ഏയ് ഒന്നുമില്ല കൊച്ചേ. ഞാനിങ്ങനെ. അവളുടെ ചുവന്ന ചുണ്ടുകളിൽ ഞാൻ വിരലുകൾ ഓടിച്ചു. എൻ്റെ കണ്ണിലേക്ക് നോക്കി നെഞ്ചിലേക്ക് ചേർന്ന് അവളങ്ങനെ കിടന്നു. അവളുടെ നീണ്ട മുടിയിഴകളിലൂടെ എൻ്റെ കൈകൾ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. ചെവിയിലൂടെ അരിച്ചിറങ്ങിയ കൈകളെ അവൾ ചേർത്ത് പിടിച്ചു. കൈകൾക്കുള്ളിൽ മുത്തം വെച്ചു. സാറാ, എന്താ ഇച്ചായ? അമ്മച്ചിയെയും സലോമിയെയും ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ നിനക്കൊരു സഹായമാവുമല്ലോ. ഡോക്ടർ പറഞ്ഞതല്ലേ, ഈ സന്തോഷം വേണമെങ്കിൽ നമ്മൾ അതുപോലെ നോക്കണം. ഇല്ലേ ഇച്ചായ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. പുറത്തു പാറി നടക്കുന്ന മിന്നാമിനികൾ ഞങ്ങളെ നോക്കി നാണത്തോടെ പറന്നുപോയി. രാവിലെ ഞങ്ങൾ ഒരുക്കിയ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ മുണ്ടക്കയത്തേക്ക് പോയത്.
സലോമിയും കുട്ടികളെയും കൂടെ അമ്മച്ചിയെയും കൂട്ടിക്കൊണ്ടുവരാൻ. നേരം ത്രേസ്യ ആൻറ്റിക്ക് കൂടെ വരണം എന്ന ആഗ്രഹം. വേണ്ട എന്ന് മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെയും കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ നമുക്കൊന്ന് കൂടണ്ടേ എന്ന് ജോഷിച്ചായൻ. എന്തായാലും എല്ലാവരുടെയും സന്തോഷമല്ലേ. കോഴിക്കൂട്ടിലെ കോഴിയെ ഒന്ന് പിടിച്ചു തട്ടി അടുക്കളയിൽ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അമ്മച്ചിയും സാറയുടെ കൂടെ ഇരുന്ന് വിശേഷങ്ങൾ തിരക്കലാണ്. ഓ, കെട്ടിലമ്മ കിടക്കുന്ന കണ്ടില്ലേ? ത്രേസ്യ ആൻറ്റിയാണ് സലോമിയോട് പറഞ്ഞത്. ആ ആൻറ്റി, ഇതൊക്കെയാ യോഗം എന്ന് പറയുന്നത്. ചെക്കനെ വേദപാഠം ക്ലാസ്സിന് പോയപ്പോൾ മയക്കിയെടുത്തതാ. ഇപ്പം നോക്കിയേ, വീടും പറമ്പും പിന്നെ നല്ല ഒരു ചെറുക്കനെയും കിട്ടിയില്ലയോ. അങ്ങോട്ടേക്കാണ് ഞാൻ കയറി ചെല്ലുന്നത്. ഞാൻ സലോമിയെ തറപ്പിച്ചൊന്ന് നോക്കി. ത്രേസ്യ ആൻറ്റി, ഒരു മിനിറ്റൊന്ന് വരാമോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ത്രേസ്യ ആൻറ്റിയെയും കൊണ്ട് ആങ്ങള കുറച്ച് അകലേക്ക് പോകുന്നത് സലോമി ഉത്കണ്ഠയോടെ നോക്കി നിന്നു. എന്നാലും എന്തു പറയാനാണ്? ഞങ്ങൾ പറഞ്ഞതൊക്കെ അവൻ കേട്ടോ. എൻ്റെ പൊന്ന് ത്രേസ്യ ആൻറ്റി, നിങ്ങളെനിക്ക് എൻ്റെ അമ്മച്ചിയെപ്പോലെ തന്നെയാണ്. കഴിഞ്ഞ ഈസ്റ്ററിന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ സലോമിയും കൂടി ഓരോന്ന് പറഞ്ഞ് ആ കൊച്ചിൻ്റെ സ്ഥിതി എന്തായെന്ന് എനിക്കറിയാവോ ആൻറ്റി? അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കല്ലേ. എൻ്റെ പൊന്നു കൊച്ചേ, ഞാനൊന്നും പറഞ്ഞില്ലയോ? കൊച്ചിനറിയാലോ. ആ മാലാക പോലുള്ള കൊച്ചിനെ നോക്കി ഞാൻ എന്നാ പറയാനാ ഡേവിസ് കൊച്ചേ? പിന്നെ ഈ ആൻറ്റി ഇങ്ങോട്ട് വന്നത് തന്നെ നിങ്ങളോടൊക്കെയുള്ള സ്നേഹം കൊണ്ടല്ലയോ? എന്നാടാ അവിടെ ഒരു സ്വകാര്യം പറച്ചിൽ? സലോമിയുടെ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ. ഏയ് ഒന്നുമില്ല ചേച്ചി, ഞങ്ങൾ ഈ പാറയപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോകുന്ന കാര്യം പറയുകയായിരുന്നു. ഈ രാത്രിയിലാണോടാ ധ്യാനം കൂടാൻ പോകുന്നത്? കുടുംബക്കാർക്ക് സംസാരിക്കാൻ എന്നാതിനാ ചേച്ചി ഈ രാവും പകലുമൊക്കെ? ത്രേസ്യ ആൻറ്റി ഇല്ലയോ? ത്രേസ്യ ആൻറ്റി. ഞാൻ പതുക്കെ ത്രേസ്യ ആൻറ്റിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ആൻറ്റി, ഇപ്പോൾ നമ്മൾ സംസാരിച്ച കാര്യം ആരും അറിയണ്ട. എങ്കിൽ ആൻറ്റി പൊയ്ക്കോ. റൂമിൽ അമ്മച്ചിയും സാറയും ഉണ്ട്. വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അമ്മച്ചിയുടെ മടിയിൽ തലവെച്ച് ഒരു കിടപ്പാണ് സാറ. അച്ഛനും അമ്മയും ഒന്നുമില്ലാതെ വളർന്ന കുട്ടിയല്ലേ. അമ്മച്ചിയെ ജീവനാണ്. സലോമി എന്ത് ചെയ്താലും അവളെയുമാണ് ഇഷ്ടം. മുറിയുടെ വാതിലുകൾ വരെ എത്തിയ സലോമി അമ്മച്ചിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന സാറയെ കണ്ട് മുഖം കൂട്ടി അടുക്കളയിലേക്ക് തിരിച്ചു നടന്നു. എൻ്റെ പൊന്നു ത്രേസ്യ ആൻറ്റി, ലോകത്തെ ആദ്യത്തെ സംഭവമാണല്ലോ ഈ ഗർഭം എന്നൊക്കെ പറയുന്നത്. അവിടെ അമ്മയും മരുമകളും തകർത്തഭിനയിക്കാം. ആകെ 3 മാസമൊക്കെ ആവുന്നതേ ഉള്ളൂ. എന്ത് കണ്ടിട്ടാണോ എന്തോ ഇത് മിക്കവാറും അലസിപ്പോവാനാണ് ചാൻസ്. എങ്കിൽ അവളുടെ അഹങ്കാരം ഒന്ന് കുറഞ്ഞേനെ. അപ്പുറവും ഇപ്പുറവും നന്നായി ഒന്ന് സൂക്ഷിച്ച് ത്രേസ്യ ആൻറ്റി സലോമിയുടെ രഹസ്യം പറയുന്ന പരുവത്തിൽ പറഞ്ഞു തുടങ്ങി. എൻ്റെ പൊന്നു സലോമി, നീ പറഞ്ഞത് നേരാ. നമ്മുടെ ഡേവിസ് ഒരു പെൺകോന്തനാണ്. അവളുടെ പാവാടത്തുമ്പിലാണ് ഇപ്പോൾ അവൻ്റെ ജീവിതം. എന്താ അവളുടെ അഹങ്കാരം നോക്ക്. ഇപ്പോൾ തന്നെ അമ്മച്ചിക്ക് അവളെയോ ഇഷ്ടം. ഇതെങ്ങാനും റെഡിയായാൽ തീർന്നു നീയും പിള്ളേരും. പുറത്താ. ശരിയാ ആൻറ്റി, അവൾ മയക്കിയതാ. എന്തിനാ എൻ്റെ ബേബി ചായനെ പോലും അവൾ എന്നെ എന്ന് പറയുമ്പോൾ 100 നാക്കാണ്. സലോമി, പുറത്തുനിന്നും ബേബി ചായൻ്റെ വിളി കേട്ടു. പുറത്തെല്ലാവരും കൂടി ചെറിയ തീയൊക്കെ കൂട്ടിയുള്ള കലാപരിപാടിയാണ്. എല്ലാവരും ഒത്തുകൂടിയ രാത്രി. അമ്മച്ചിയും എല്ലാവരും ഉണ്ടെന്നേ. സലോമിയുടെ കുരിപ്പുകൾക്ക് സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ട്. ചിക്കൻ ചെറുകനലിൽ വെന്തതിൻ്റെ നറുമണം മൂക്കിൽ അടിച്ചു കയറി. ചിക്കൻ എടുത്ത് പിച്ചി സാറാമ്മയുടെ വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവൾ ആസ്വദിച്ചു കഴിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ട് സഹിക്കാൻ കഴിയാതെ തീക്ഷ്ണമായി നോക്കുന്ന സലോമി അസൂയയുടെ കൊടുമുടി കയറി കഴിഞ്ഞിരുന്നു. മോളെ, നല്ല കാലിൻ്റെ പീസ് കഴിക്ക് എന്നായി ബേബി ചായൻ സാറയോട്. കണ്ടോളി എന്ന അർത്ഥത്തിൽ ത്രേസ്യ ആൻറ്റി സലോമിയെ കണ്ണുകൊണ്ട് കാണിച്ചു. ഒന്നും ഇഷ്ടമാവാത്തതുപോലെ അവൾ ചവിട്ടിക്കുലുക്കി അകത്തേക്ക് നടന്നു. രാത്രി ഏറെ വൈകിയാണ് കിടന്നത്. ബേബി ചായനും ഇന്ന് രാത്രി കോളാണ്. എൻ്റെ പൊന്നെ, നീ എന്നാടി പെട്ടെന്ന് വന്ന് കിടന്ന്? ബേബി ചായൻ കുറച്ച് റൊമാൻറ്റിക്കായിട്ടാണ് ചോദിച്ചത്. ദേ മനുഷ്യ, എൻ്റെ വായിൽ നിന്നും ഒന്നും കേൾക്കണ്ട. എന്നാടി, എന്നാ പറ്റി? നിങ്ങൾ എവിടുന്നോ കയറി വന്ന ആ അനാഥ കൊച്ചിനെ കോഴിക്കാല് തീറ്റിക്കാൻ നിർബന്ധം പിടിച്ചോ? എന്നോട് കഴിച്ചോ എന്ന് ചോദിച്ചോ? കണ്ടുപഠിക്കുക. അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാലേ അവന് ജീവനാണ്. എന്തോരം പൊന്നും പണവും തന്നാ നിങ്ങൾക്ക് എന്നെ തന്നത്. എന്നിട്ടും എടി പൊന്നെ എന്ന് പറഞ്ഞ് ബേബി ചായൻ അവളെ ഒന്ന് തൊടാൻ നോക്കി. ദേ, രാത്രിയിൽ പായിൽ മാത്രമുള്ള ഈ സ്നേഹം വേണ്ട കേട്ടോ. വേണേ മാറിക്കിടന്നു. വാ, ഇന്നവൾ കലിപ്പിലാണ്. അല്ലേലും ബേബി ചായൻ്റെ അവസ്ഥ എന്നും അത് തന്നെയാണ്. സാറയും ഞാനും ഉറങ്ങാനുള്ള പരുക്കത്തിൽ ആണ്. എൻ്റെ നെഞ്ചിനുള്ളിൽ പതുങ്ങിയ അവൾ നെഞ്ചിലൂടെ രോമങ്ങളിലൂടെ വിരലുകൾ ഓടിച്ചു. ഇച്ചായ. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് കിടക്കുകയായിരുന്നു ഞാൻ. എന്നാടി സാറാ? ഇച്ചായ,
നമുക്ക് ആൺകുഞ്ഞ് വേണോ പെൺകുഞ്ഞ് വേണോ? സാറമ്മോ, ആണായാലും പെണ്ണായാലും കർത്താവ് തരുന്നതല്ലോടെ. നല്ല ആരോഗ്യമുള്ള ഒരു കൊച്ചിനെ കിട്ടിയാൽ മതി. എനിക്ക് ഇച്ചായനെ പോലെ ഒരു ആൺകുഞ്ഞിനെ വേണം. ഞാൻ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ ചുണ്ടിലേക്ക് എൻ്റെ ചുണ്ടുകൾ അമർന്നു. എപ്പോഴാണ് ഞങ്ങൾ ഉറങ്ങിയത് എന്നറിയില്ല. സാറയുടെ ഒരു കരച്ചിൽ കേട്ടാണ് ഞാൻ ഉണർന്നത്. വയർ പൊത്തിപ്പിടിച്ച് അവൾ കരഞ്ഞ് ഇടയ്ക്ക് നന്നായി ഛർദ്ദിക്കുന്നുണ്ട്. ഞാൻ ആകെ പേടിച്ചു. അമ്മച്ചിയും എല്ലാവരും ഓടി വന്ന് സലോമിയും ത്രേസ്യാൻ്റെയും മുഖത്തോട് മുഖം നോക്കി. ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായത്തിനായി നമ്മളെ ചാനലുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.